നമസ്കാരം ചങ്ങായിമാരെ. ഈ മനോഹരമായ ഒരു മുളങ്കാട് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? അതായത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയ്യിൽ ചെറുവയശ്ശി ഗ്രാമത്തിലെ മുച്ചിലോട്ട് കാവിൻ്റെ അടുത്തായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ചെറുവയശ്ശിയുള്ള അക്കുഡേറ്റ് പാലമുണ്ടല്ലോ, നമ്മൾ കനാലിൽ നിന്ന് പാലത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്തായി ഈ ഒരു ചെറുവയശ്ശി ഗ്രാമത്തെ മനോഹരമാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ താൽമരങ്ങളും ഇതുപോലുള്ള മുളം കാടുകളൊക്കെ നട്ടു വളർത്തിയ ഒരാൾ ഈ നാട്ടിലുണ്ട്. ഒരു കത്തിയാളെടുത്ത്, അതൊരു വെട്ടുകത്തി എടുത്ത് ഇങ്ങനെ നാട് മുഴുവൻ നടന്ന് നീങ്ങുന്ന നമ്മുടെ ബാലകൃഷ്ണാട്ടെ. ബാലകൃഷ്ണാട്ടാ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ എന്തിനപ്പോൾ ഇങ്ങനെ ചെറുങ്ങനെ അതെയാ, കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയിലാണെന്നല്ലോ. ഞാനിങ്ങനെ ഒഴിവിട്ടുന്ന സമയങ്ങളിൽ ചെയ്യുന്ന ഒരു ചെറിയ പണിയായത്. നമ്മളെ ഈ ചെറുവയശ്ശി ഗ്രാമത്തിൽ വന്ന സമയത്ത് നമ്മുടെ മുച്ചിലോട്ട് കാവിൻ്റെ അവിടെയുള്ള ഒരു കുറേ മുളം കാടുകൾ കണ്ടപ്പോഴാണ് നമ്മൾ രജിത്ത എന്നോട് പറഞ്ഞത്, നിങ്ങളെ പരിചയപ്പെടുത്തിയത് കേട്ടാ. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൂട്ടുകാരനാണ്. ഇതിപ്പോൾ ആദ്യ ഘട്ടമാണ്. ഇത് എങ്ങനെയാ പറഞ്ഞാൽ മുള നടുമ്പോൾ ഇത് നമ്മൾ നേരിട്ട് കമ്പ് മുറിക്കുന്നതാണ്. ഇത് മുറിച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കിയാകുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് പൂർണ്ണമായും വിജയിക്കും. അങ്ങനെ ഒരു 3 കൊല്ലത്തെ വളർച്ച ഒന്നിച്ച് കിട്ടും. അതിനുശേഷം രണ്ടാമത്തേത് എങ്ങനെയാണ്, ഇത് ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് പാക്കറ്റിലിട്ട് കഴിഞ്ഞാൽ എല്ലാം മുളക്കൂല. ഇവിടെ കണ്ട പാക്കറ്റ് കാലിയായിട്ടുണ്ട്. ഇതിനെ മണ്ണിൽ ഇറക്കിയിട്ട് വെക്കും. മണ്ണിൽ ഇറക്കിയിട്ട് 3-4 കൊല്ലം കഴിഞ്ഞ് പൊരിച്ചു കിടും. ആ രീതിയുണ്ട്, ഈ രീതിയുണ്ട്. 98 ഞാനിത് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് വളർന്നേക്കും. 98 തുടങ്ങിയതാണ്. അത് കൂടുതൽ വിവരിച്ചിപ്പം ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കും. അങ്ങനെ കൂടുതലാക്കി കൊടുക്കാനല്ല, എൻ്റെ ചുറ്റിപ്പറ്റി നാട്ടിലും എൻ്റെ നാടിനെ അങ്ങനെ സംരക്ഷിക്കാത്തേ ഉള്ളൂ. അത്രയുള്ള അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്ക് കൊടുക്കും. അങ്ങനെയാണ്. ഇതൊരു ചാരിറ്റി ആയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കണ്ടകൈ പറമ്പിൽ പൊതു ശ്മശാനത്തിലാണ്. അതൊരിക്കലും ഇതൊരു നിങ്ങളൊരു സാമ്പത്തികമായ ഒരു ലാഭത്തിന് വേണ്ടി ഒന്നും പ്രതീക്ഷ. നമ്മൾ കൂലിപ്പണിക്കാൻ എന്ത് സാമ്പത്തികം. നിങ്ങളൊരു പാഷനാണ്. അത്രേ ഉള്ളൂ. പിന്നെ അതിനെ കൊണ്ട് കിട്ടുന്ന സമയങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു 10 കണ്ടമാനാക്കല്ല, ഒരു 10-300 ആക്കെല്ലാം കിട്ടിയാൽ. ഇപ്പോൾ ഞാൻ ഈ വർഷം കോവക്കേൻ്റെ ഒരു 300 പാക്കറ്റ് ഉണ്ടാക്കി കൊടുത്തു. 40 വർഷമായി എൻ്റെ അരയാൽമരം. അത് ഞാൻ അറിഞ്ഞതാ ചോദിക്കാൻ. ആൽമരം 40 വർഷമായി. ബാലകൃഷ്ണാട്ടം നട്ട് വളർത്തിയ ഒരു ആൽമരാട്ടാ. ഒരു 40 വർഷം മുന്നേ ആയിരുന്നു ഇത് നട്ടത് അല്ലേ? ഇതിൻ്റെ ഒരു സ്റ്റോറി ഒന്ന് പറയൂ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? ഞാൻ ആദ്യം ഒരു താറിൻ്റെ റമ്മിന് അന്ന് 20 രൂപയേ ഉള്ളൂ. ആ സമയം 20 രൂപേൻ്റെ ഒരു റമ്മ് മേടിച്ചിട്ട് ആദ്യം ഇട്ട് കവറിട്ടിട്ടാണ് അന്ന് ഇത് സംരക്ഷിച്ചിരുന്നത്. അന്ന് 20 രൂപ. ഇന്നിപ്പോൾ എത്ര റമ്മിന് കൂട്ടിയാൽ മതി. അതെ. ആ സമയം ഞാൻ 18 വയസ്സ് എനിക്ക് പൂർത്തിയായിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് 58 വയസ്സ് പൂർത്തിയായി. 58 വയസ്സായി. എന്നിട്ട് അന്ന് ഞാൻ ഇത് ഇടുമ്പോൾ ഇതിനെ അങ്ങനെയെല്ലാം സംരക്ഷിച്ച് വന്നിട്ട് ഇതാക്കി. ആദ്യത്തെ തുടക്കം ഒരുപാട് ആളുകൾക്ക്, ഈ ഒരു ചെറുവയശ്ശി ഗ്രാമത്തിലെ ഒരുപാട് ആളുകൾക്ക് തണലേകുന്ന ഈ ഒരു ആൽമരം നമ്മുടെ ഈ ബാലകൃഷ്ണാട്ടൻ 40 വർഷം മുന്നേ കേട്ടാ ഇതിവിടെ നട്ട് വളർത്തിയത്. എന്തൊരു ഭാഗ്യം നോക്കിയേ. ഇത്രയും വർഷത്തിന് ശേഷം ഈ ഒരു ആൽമരം എത്രയോ ആളുകൾക്ക് തണലും ഓക്സിജനൊക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്.